ഓൾ വെൽക്കം ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5ൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ലീനിയർ റിഗ്രഷൻ. അപ്പോൾ ഈ ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ സപ്പോസ് ഒരു ഹോസ്പിറ്റൽ എടുക്കാം. ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിന് സാലറി എങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്? ഡോക്ടർ പഠിച്ചിറങ്ങിയ വർഷം, എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻസ്, പിന്നെ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഒരു ഡോക്ടറിൻ്റെ സാലറി പ്രഡിക്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാ ഡോക്ടേഴ്സിനും സെയിം സാലറി കൊടുക്കുമോ? ഇല്ല. അതായത് കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് സാലറി എന്ന് പറയുന്ന ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൊടുക്കുന്നത്, അല്ലേ? അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ്, ഡോക്ടറിൻ്റെ ക്വാളിഫിക്കേഷന്, പിന്നെന്തുവാ ഡോക്ടർ പഠിച്ചിറങ്ങിയ ഇയർ, അങ്ങനത്തെ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ചിട്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സാലറി എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളിനെ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ കുറേ ഇൻഡിപെൻഡൻ്റ് സാധനം വെച്ചിട്ടാണ് ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലേ? ആ ഒരു ഐഡിയ ഓർത്തിരുന്നോണം. ഇനി ലീനിയർ റിഗ്രഷൻ പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു 3 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ആ 3 പോയിൻറ്റ് എന്തൊക്കെയെന്ന് നോക്കാം. ലീനിയർ റിഗ്രഷൻ മേക്ക് prediction for continuous numerical variable such as sale, salary, age, product price, etc. അതായത് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷനാണ് നടത്തുന്നത് ഫോർ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾ. എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അതായത് എന്തിൻ്റെയൊക്കെയോ ഇൻഫ്ലുവൻസ് കൊണ്ട് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയബിൾസ്. എക്സാമ്പിൾ സെയിൽസ്. അതായത് സെയിൽസ് എന്ന് പറയുന്ന സാധനം എന്തിൻ്റെയൊക്കെ ബേസിൽ കൂടും? നമ്മളിപ്പോൾ പ്രോഡക്റ്റ് ഒരുപാട് വിൽക്കുകയും പ്രോഡക്റ്റ് പ്രൈസ് കുറയ്ക്കുകയും ഡിസ്കൗണ്ടൊക്കെ കൂട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കൂടത്തില്ലേ? അതായത് കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലെ വ്യത്യാസം വരുമ്പോഴാണ് സെയിൽസ് എന്ന് പറയുന്ന അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടറാണ് സെയിൽ, ആ ഫാക്ടർ കൂടുന്നത്. അപ്പം അതുപോലെ സാലറി എന്തിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും? നേരത്തെ പറഞ്ഞ കണക്ക് ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, പിന്നെ ഏജ് മീൻസ് ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ജോബിന് വരുന്നതും ഏജ് കുറഞ്ഞൊരാൾ വരുമ്പോഴും, ഏജ് കുറഞ്ഞ ആൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യും, അപ്പോൾ അയാൾക്ക് കൂടുതൽ സാലറി കൊടുക്കേണ്ടി വരും. പിന്നെ പ്രോഡക്റ്റ് പ്രൈസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചർ ചെയ്ത കമ്പനി, പ്രോഡക്റ്റിൻ്റെ അകത്തുള്ള കോണ്ടൻസ്, അതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അപ്പം എന്താ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? കുറേ ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സും ഒരു ഡിപ്പെൻഡൻറ്റ് ഫാക്ടറും കാണും. അപ്പം ലീനിയർ റിഗ്രഷൻ എന്താണ്? കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വേരിയബിൾസിലാണ് പ്രെഡിക്ഷൻ നടത്തുന്നത്. മീൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസിൽ പ്രെഡിക്ഷൻ നടത്തും. ആ ഒരു പോയിന്റ് ഓർത്തിരുന്നോണം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ലീനിയർ റിഗ്രഷൻ മേക്ക് പ്രെഡിക്ഷൻ ഓൺ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂ. ഇനി രണ്ടാമത്തെ പോയിന്റ്, ലീനിയർ റിഗ്രഷൻ ഷോസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് and one and more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഹെൻസ് കോൾഡ് ലീനിയർ റിഗ്രഷൻ. അതായത് നമ്മൾ ലീനിയർ റിഗ്രഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ്. മീൻസ് ഒരു ലൈൻ പോലത്തെ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് അതിന് ലീനിയർ എന്ന പേര് വന്നത്. അതെന്തിനെയൊക്കെ പറ്റിയുള്ള കാണിക്കുന്നു? ഒരു ഡിപ്പെൻഡൻറ്റും ഒന്നിലധികം ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഞാൻ ആ ഫസ്റ്റിലേ പറഞ്ഞ കാര്യമാണ്. ഹെൻസ് കോൾഡ് ലീനിയർ റിഗ്രഷൻ. അപ്പോൾ 2 പോയിൻ്റ് ആയേ. അപ്പോൾ ലീനിയർ റിഗ്രഷൻ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ലീനിയർ റിഗ്രഷൻ കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂസിലാണ് പ്രഡിക്ഷൻ നടത്തുന്നത്. ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഡിപ്പെൻഡൻറ്റും ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ. ഇനി ലീനിയർ റിഗ്രഷൻ മോഡൽ പ്രൊവൈഡ് എ സ്ലോപ്ഡ് സ്ട്രെയിറ്റ് ലൈൻ റെപ്രസെൻറ്റിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ. ഞാൻ പറഞ്ഞു, ഒരു സ്ലോപ്പ് ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് ഇത് വരുന്നത്, അതായത് ഈ വേരിയബിൾസിനിടയിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, മാത്തമാറ്റിക്കലി നമ്മൾ ലീനിയർ റിഗ്രഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: y=a0 + a1x + ഇതിൽ y എന്ന് പറയുന്നതും എക്സ് എന്ന് പറയുന്നതും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അതായത് y എന്ന് പറയുന്ന സാധനം കിട്ടുന്നത് എങ്ങനെയാണ്? ഇത്രയും സാധനങ്ങൾ നമുക്ക് കൂട്ടുമ്പോഴാണ് y കിട്ടുന്നത്. എക്സ് എന്ന് പറയുന്ന ഈ a1 അറ്റാച്ച് ചെയ്തിരിക്കുന്നില്ലേ, അതും ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ വൈയും എക്സും എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. y ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. a0 എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈൻ വരയ്ക്കത്തില്ലേ, ആ ലൈൻ്റെ ഇൻ്റർസെപ്റ്റാണ് a0 എന്ന് പറയുന്നത്.
A1 എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അത് ഓർത്തിരിക്കുക ഒരു എളുപ്പ വഴി. എക്സിന് കോഎഫിഷ്യൻ്റ് ആയിട്ടല്ലേ A1 ഇരിക്കുന്നത്. അപ്പോൾ അങ്ങ് ആ രീതിക്ക് ഓർത്താൽ മതി. A1 എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആയിരിക്കും. എപ്സിലോൺ എന്ന് പറയുന്നത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഒരു എറർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ പ്രോബ്ലത്തിൽ തരും. ഇപ്പോൾ വൈയും എക്സും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. A0 ലൈൻ്റെ ഇൻ്റർസെപ്റ്റ് ആണ്. A1 എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് നമ്മളവിടെ ജനറേറ്റ് ചെയ്യുന്ന എറർ ആയിരിക്കും. ഓക്കെ, ഇതാ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്കിക്കേ, എക്സ് ആക്സിസിലാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കൊടുത്തേക്കുന്നത്, വൈ ആക്സിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ കൊടുത്തേക്കുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്ഡ് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഈ ഡേറ്റ പോയിൻറ്റ്സ് ഒക്കെയാണ് നമ്മുടെ വേരിയബിൾസ്. അതായത് ഈ ലൈനിന് മുകളിലിരിക്കുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ലൈനിന് താഴെ ഇരിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും, അതിന് ഡേറ്റ പോയിൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ലീനിയർ റിഗ്രഷൻ്റെ ഫിഗർ. ഓക്കെ, ഇനി ഞാൻ ചെറിയൊരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം. മൾട്ടി വേരിയേറ്റ് ലീനിയർ റിഗ്രഷനും ഉണ്ട്, സിംഗിൾ വേരിയബിൾ ലീനിയർ റിഗ്രഷനും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ ഒന്നുമില്ല. രണ്ടും സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് എ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ദാറ്റ് ഇൻവോൾവ് അനലൈസിങ് മൾട്ടിപ്പിൾ ഡേറ്റ വേരിയബിൾസ്. ഏത് നമ്മുടെ മൾട്ടി വേരിയേറ്റ് ആണെങ്കിൽ പേരിൽ തന്നെയുണ്ട് മൾട്ടിപ്പിൾ വേരിയബിൾസ്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡേറ്റ വേരിയബിൾസിനെ അനലൈസ് ചെയ്യുന്ന സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ആയിരിക്കും മൾട്ടി വേരിയേറ്റ് ലീനിയർ റിഗ്രഷൻ. എങ്കിൽ സിംഗിൾ എന്ന് പറയുമ്പോഴത്തേനും എന്തായിരിക്കും, മൾട്ടിപ്പിൾ അല്ല, സിംഗിൾ ഡേറ്റ വേരിയബിൾ, ഒരൊറ്റ ഡേറ്റ വേരിയബിളിനെ അനലൈസ് ചെയ്യുന്നതായിരിക്കും സിംഗിൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൾട്ടി വേരിയേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടിപ്പിൾ റിഗ്രഷനെയാണ് മൾട്ടി വേരിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിൻ്റാണ്, ഇൻകോപ്പറേറ്റിംഗ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ടു പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്. അപ്പോൾ സിംഗിൾ വേരിയബിൾ ആകുമ്പോഴത്തേനും എന്ത് വരും, ഇൻകോപ്പറേറ്റിംഗ് വൺ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് കറസ്പോണ്ടിങ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഒരെണ്ണം ഒന്നിനെ. മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം ഒരു ഡിപ്പെൻഡൻറ്റും ഒരുപാട് ഇൻഡിപെൻഡൻറ്റും കാണും. സിംഗിൾ എന്ന് പറയുമ്പം ഒരു ഡിപ്പെൻഡൻറ്റും ഒരു ഇൻഡിപെൻഡൻറ്റും, മീൻസ് ഒരെണ്ണമേ കാണത്തുള്ളൂ. അതാണ് സിംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലീനിയർ റിഗ്രഷൻ ലൈൻ ഉണ്ട്. ലീനിയർ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത് ഈ സംഭവം. ലീനിയർ റിഗ്രഷൻ ലൈൻ എന്ത് ചെയ്യുന്നു, ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഈ ലീനിയർ റിഗ്രഷൻ ലൈൻ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പും നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ആക്സിസിലുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസസ് ഓൺ വൈ ആക്സിസിലുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുക, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസസ് ഓൺ എക്സ് ആക്സിസിലുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്താൽ അത് പോസിറ്റീവ് ലീനിയർ റിഗ്രഷൻ. അന്നേരം നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ തന്നെ വരും, A0 + A1x + എപ്സിലോൺ, മീൻസ് എല്ലാം ഇൻക്രീസ് ആവുകയാണ്. ഇനി നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ഇഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിക്രീസസ് ഓൺ വൈ ആക്സിസ്, നമ്മുടെ വൈ ആക്സിസിലുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ മാത്രം ഡിക്രീസ് ചെയ്യുന്നു, ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസസ് ഓൺ എക്സ് ആക്സിസ്. പക്ഷേ എക്സ് ആക്സിസിലെ കമ്പോണൻറ്റ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുന്നു, മീൻസ് വൈ കുറയുകയും എക്സ് കൂടുകയും ചെയ്യുന്നതാണ് നെഗറ്റീവ് ലീനിയർ റിലേഷൻഷിപ്പ്. അവിടെ വന്നിട്ട് ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരും, ഇവിടെ ഒരു നെഗറ്റീവ് വരും. ഓക്കെ, -A0 എന്ന് വരും, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ്, വൈ ആക്സിസ് കുറയുകയും എക്സ് ആക്സിസ് കൂടുകയും ചെയ്യും. ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡിക്രീസസ് ഓൺ വൈ ആക്സിസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസസ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലീനിയർ റിഗ്രഷൻ. ലീനിയർ റിഗ്രഷൻ എന്താണെന്ന് നോക്കി, ആദ്യത്തെ 3 പോയിൻറ്റ് കണ്ടിന്യൂസ് ന്യൂമറിക്കൽ വാല്യൂവിൽ പ്രെഡിക്ഷൻ നടത്തും, ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്ഡ് സ്ട്രെയിറ്റ് ലൈനാണ്, പിന്നെ നമ്മുടെ ഫോർമുല പറഞ്ഞു, പിന്നെ മൾട്ടി വേരിയേറ്റും സിംഗിൾ വേരിയബിളും പറഞ്ഞു, ഈ ഒരു ഫിഗർ പറഞ്ഞു, ലീനിയർ റിഗ്രഷൻ ലൈൻ പറഞ്ഞു.